തങ്ങൾ മക്കയിലേക്ക് കടക്കുന്നത് തങ്ങളുടെ ഒട്ടകപ്പുറത്ത് തലതാഴ്ത്തി നബിയുടെ താടി ഒട്ടകത്തിന്റെ കഴുത്തിലേക്ക് തട്ടി നബി തങ്ങൾ കുനിഞ്ഞ് സുജൂദ് ചെയ്യുന്ന പോലെയാണ് മക്കയിലേക്ക് കടന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വിനയമാണത്. നെഞ്ചു വിരിച്ച് ഒരു പോരാളി കടക്കേണ്ട സമയമാണത്. എന്നെ ആക്രമിച്ചവരല്ലേ, ഇനി കണ്ടോളൂ, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് തോന്നുന്ന ഒരു നേരം. പക്ഷേ തങ്ങൾ അത് ചെയ്തില്ല. സ്വഹാബിമാരിൽ ആരോ ഒരാൾ ആവേശത്തിനൊരു മുദ്രാവാക്യം വിളിച്ചു, അൽ യൗമ യൗമുൽ മൽഹമ യൗമുൻ അദല്ലല്ലാഹു ഖുറൈശ. ഇന്ന് ഇറച്ചിവെട്ടിന്റെ നേരമാണിന്ന്, മാംസക്കളിയാണിന്ന് നടക്കുക. ഇന്ന് ഖുറൈശികൾ അല്ലാഹു അപമാനിച്ച ദിവസമാണ്. നിങ്ങൾ പറഞ്ഞു, ആരാണ് പറഞ്ഞത്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മറ്റോ ആണ്. തങ്ങള് പതാക അവിടുന്ന് വാങ്ങിക്കാൻ നേരെ കൊടുത്തു അബ്ദുല്ലാഹിബ്ൻ അംർ തങ്ങളുടെ കയ്യിൽ. അബ്ദുല്ലാഹിബ്ൻ അംറേ, നിങ്ങൾ പിടിച്ചാൽ മതി പതാക. വാപ്പയുടെ ആവേശം കുറച്ച് ഓവറാണ്. നബി തങ്ങൾ അതിനെ തിരുത്തി പറഞ്ഞു, അൽ യൗമ യൗമുൽ മർഹമ, ഇത് കരുണയുടെ ദിവസമാണ്. യൗമുൻ അസ്സല്ലാഹു ഖുറൈശ, ഖുറൈശികൾക്ക് അല്ലാഹു ഇസ്സത്ത് നൽകുന്ന ദിവസമാണ്. അങ്ങനെയാ മദീനത്ത് നിന്ന് വന്ന ആ സംഘം മക്കയിലേക്ക് കടക്കുന്നത്. നബി തങ്ങൾ ഇറച്ചിവെട്ടല്ല തങ്ങൾ ഉദ്ദേശിച്ചത്. അവിടെ യുദ്ധമല്ല നബി തങ്ങൾ ആഗ്രഹിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.